പ്പെട്ടവരെ, ഒരു മതത്തിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല, ഒരു രാഷ്ട്രീയക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്യണം. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്, അതെല്ലാവരും ചെയ്യണം. അപകടമുണ്ടായതിന് ശേഷം കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ കണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോഴും പറയുന്നു, വയനാട്ടിലെ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തമല്ല, ആ മനുഷ്യരുടെ മരണം, അവിടുത്തെ ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അതിനെ ബന്ധപ്പെട്ടവരുണ്ടായിരുന്നെങ്കിൽ, അവിടെയുള്ള ആരെങ്കിലും ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവരാ കാര്യങ്ങളെ വാച്ച് ചെയ്യുമായിരുന്നു, അവരാ കാര്യത്തെപ്പറ്റി ബോധം വരുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കോടാനുകോടി രൂപയുടെ ഉപകരണങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുണ്ട് ഇമാർക്ക്. പക്ഷേ അതിനേക്കാളും എത്ര കൃത്യതയോടെ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെയുള്ള അപ്പച്ചന്മാർ നിങ്ങളോട് പറയും, ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യും, പെരുമഴ പെയ്യുമെന്ന് അവർ പറയും. ഇവർ പറയുന്ന ഒരു കാര്യവും നടക്കുന്നുമില്ല. അപ്പോൾ ഭരണതലത്തിലും നമ്മുടെ വ്യക്തിപരമായിരിക്കും ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്, നമ്മൾ പ്രതിബദ്ധതയുള്ളവരാണ്. നാളത്തെ തലമുറയെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കാര്യത്തിനെല്ലാം നിങ്ങൾ ഉത്സാഹമുള്ളവരായിട്ട് കടന്നു. അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യണം. എല്ലാവരും കണക്ക് കൊടുത്തേ പറ്റും, എല്ലാവരും കണക്ക് കൊടുക്കണം. എല്ലാവരും നശിച്ചു പോകും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ രക്ഷിക്കത്തില്ല, നിങ്ങളുടെ കഴിവ് നിങ്ങളെ രക്ഷിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, വലിയ വൻ രാജ്യമായിരിക്കുന്ന ചൈന പോലും തകർന്നു പോകാൻ പോകുകയാണ് ഈ വരും വർഷങ്ങളിൽ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ ഇപ്പോഴാർക്കും തോൽപ്പിക്കാനൊക്കത്തില്ല. അവർ പിന്നെ തോക്കും, പിന്നെ തോൽവിയുടെ വക്കിലെത്തും. തോക്കുമെന്ന് പറയത്തില്ല, പക്ഷേ ഇപ്പോഴവരെ ആർക്കും തോക്കാനൊക്കത്തില്ല. ഇറാനായാലും ശരി, ഇറാഖ് ആയാലും ചൈനയായാലും ശരി, ഏത് രാജ്യവും ശരി, ഇപ്പോൾ ഇസ്രായേലിനോട് എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളും തകർക്കപ്പെടും. ഇസ്രായേലിൻ്റെ രാജ്യം വിസ്തൃതമാകും. അവരുടെ ദൈവം അവർക്ക് കൊടുത്ത രാജ്യത്തിൻ്റെ വിസ്തൃതിയിലേക്ക് അവർ വരുവോളം ഈ യുദ്ധം മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ തന്നെ ചിന്തിക്കുക. എല്ലാവരും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുക. ദുരന്തമുണ്ടായി ചത്തതിന് ശേഷം ജാതകം എഴുതാനല്ല ഇരിക്കേണ്ടത്. മരിച്ച കുഞ്ഞിന് ജാതകം എഴുതുന്ന പരിപാടി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു. വയനാട് പോലല്ല, അതിനേക്കാളും ഭീകരമായിരിക്കും ദുരന്തങ്ങൾ കേരളത്തിൽ വരാൻ പോവുക. ഇവിടെ നമുക്ക് മതം മതി, രാഷ്ട്രീയം മതി. ഇതിനെല്ലാം വിട്ട് നിങ്ങൾ മനുഷ്യരായിട്ട് തീരുക, സമാധാനമുള്ളവരായിട്ട് തീരുവാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ.